ഒരു അഗ്രിഗേറ്റിൽ 2-0 പി എസ് ജിയെ പരാജയപ്പെടുത്തി ഡോർമുണ്ട് ചാമ്പ്യൻസ് ലീഗിന്റെ ഫൈനലിലേക്ക് യോഗ്യത നേടിയിരിക്കുകയാണ്. വെൽക്കം ടു മല്ലു ഫുട്ബോൾ. അപ്പൊ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ നിങ്ങളെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ആദ്യ ലെഗിൽ 1-0 ഒരു ലീഡ് ഡോർമുണ്ടിനുണ്ടായിരുന്നു. എന്ത് വില കൊടുത്തും ആ ലീഡ് സംരക്ഷിക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഡോർമുണ്ട് ഇന്ന് പി എസ് സിയുടെ ഹോമിലേക്ക് വന്നത്. വളരെ കൃത്യമായിട്ട് അത് എക്സിക്യൂട്ട് ചെയ്യാൻ ഡോർമുണ്ടിന് കഴിഞ്ഞു എന്ന് പറയേണ്ടി വരും. പി എസ് ജി നന്നായിട്ട് തന്നെ കളിച്ചു. 30ഓളം ചാൻസുകൾ അവർ ഈ മത്സരത്തിൽ ക്രിയേറ്റ് ചെയ്തു. 70% പൊസഷൻ പി എസ് ജിയുടെ കയ്യിലായിരുന്നു. പക്ഷേ ഫൈനൽ തേർഡിൽ പി എസ് ജി എന്താണ് കാണിച്ചതെന്ന് ഒരു ഐഡിയ ഇല്ല. ക്ലോസ് റേഞ്ചിൽ വെച്ച് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് പി എസ് ജി മിസ് ചെയ്തു. അത് തന്നെയാണ് പരാജയത്തിന്റെ പ്രധാനപ്പെട്ട കാരണവും. എടുത്തു പറയേണ്ട ഒരു പേരാണ് റാമോസ്. ഡംബെലെ ആയാലും എംബാപ്പെ ആയാലും റാമോസിന്റെ കാലിലേക്ക് കൃത്യമായിട്ടുള്ള പാസുകൾ എത്തിക്കുന്നുണ്ടായിരുന്നു. അത് ജസ്റ്റ് ഗൈഡ് ചെയ്യുക, ബോക്സിലേക്ക് എത്തിക്കുക എന്നുള്ളത് മാത്രമാണ് റാമോസിന്റെ പ്രധാനപ്പെട്ട ഒരു ചുമതല. എന്നാൽ കിട്ടിയ ഈ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ കൃത്യമായിട്ട് ബോക്സിന് പുറത്തേക്ക് അടിച്ച് കളയുന്ന റാമോസിനെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ഇതൊക്കെ എങ്ങനെയാണ് മിസ് ചെയ്തതെന്ന് ഒരു ഐഡിയ ഇല്ല. മറ്റൊരു എടുത്തു പറയേണ്ട കാര്യം, ഡോർമുണ്ടിന്റെ 5ാമത്തെ ഡിഫൻഡറായിട്ട് വുഡ്വർക്ക് നല്ലൊരു റോൾ ഇന്ന് പ്ലേ ചെയ്തു എന്ന് പറയേണ്ടി വരും. 5ഓളം ഷോട്ടുകളാണ് വുഡ്വർക്ക് തട്ടി ഡിഫ്ലക്റ്റ് ആയിട്ട് പുറത്തേക്ക് പോയത്. ലെക്കിന്റെ ഒരു ഫാക്ടർ ഡോർമുണ്ടിന്റെ സൈഡിൽ തന്നെയായിരുന്നു എന്നതിൽ യാതൊരു സംശയവുമില്ല. എന്നാൽ കിട്ടിയ ചാൻസുകൾ വളരെ കൃത്യമായിട്ട് ഉപയോഗിക്കാൻ ഡോർമുണ്ടിന് കഴിഞ്ഞു. അഡിയമിക്ക് 1-2 ചാൻസുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. പുള്ളി ലെഫ്റ്റ് വിങ്ങിലൂടെ നല്ലൊരു അറ്റാക്കൊക്കെ കാഴ്ചവെച്ചിരുന്നു. എന്നാൽ ഫൈനൽ തേർഡിൽ വെച്ച് ഒരു 1-on-1 ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു അത് സ്കോർ ചെയ്തു എന്നാണ്. ക്ലോസ് റേഞ്ചിൽ വെച്ച് ഒരു ഷോട്ട് എടുക്കുന്നു. എന്നാൽ ഡൊണറുമ കൃത്യമായിട്ട് അത് ബ്ലോക്ക് ചെയ്തു. അല്ലെങ്കിൽ 1-0 ലീഡിലേക്ക് ഡോർമുണ്ട് പോകുന്ന സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഹാഫിൽ 0-0 എന്ന നിലയിലാണ് കളി മുമ്പോട്ട് പോയത്. സെക്കൻഡ് ഹാഫ് തുടങ്ങി ആദ്യ മിനിറ്റിൽ തന്നെ പി എസ് ജിക്ക് ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി കിട്ടി. ബോക്സിലേക്ക് വന്നൊരു പന്ത് റാമോസിന്റെ കാലിൽ തട്ടി ചെറിയൊരു ഡിഫ്ലക്ഷനോടെ ഫാർ പോസ്റ്റിലേക്ക് എത്തി. അത് ജസ്റ്റ് ഗൈഡ് ചെയ്ത് ഓപ്പൺ പോസ്റ്റിലേക്ക് എത്തിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു പി എസ് ജിയുടെ പ്ലെയർ ചെയ്യേണ്ടിരുന്നത്. എന്നാൽ ആ ഷോട്ടും ക്രോസ് ബാറിൽ തട്ടി ഡിഫ്ലക്റ്റ് ആയി പോയി. എന്നാൽ 50-ാം മിനിറ്റിൽ ഡോർമുണ്ടിന് സെറ്റ് പീസിലൂടെ ഒരു കിഡിലൻ ചാൻസ് കിട്ടി. മാറ്റ് ഹമൽസ് വളരെ കൃത്യമായിട്ട് ഹെഡറിലൂടെ ഇത് കൺവേർട്ട് ചെയ്യുകയും ചെയ്തു. ആദ്യ ലെഗിൽ ഒരു മാൻ ഓഫ് ദി മാച്ച് പെർഫോമൻസ് പുള്ളി പുറത്തെടുത്തിരുന്നു. സെക്കൻഡ് ലെഗിലും തന്റെ ഈ ഒരു ഗോളിലൂടെ 1-0 ലീഡിലേക്ക് ഡോർമുണ്ടിനെ എത്തിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. അങ്ങനെ അഗ്രിഗേറ്റിൽ 2-0 ലീഡിലേക്ക് കാര്യങ്ങൾ പോയി. അതോടുകൂടി പി എസ് ജി ഒരു പാനിക് മോഡിലേക്ക് പോയി. അവര് സബ്സ്റ്റിറ്റ്യൂഷനിലൂടെ പുതിയ പ്ലേയേഴ്സിലേക്ക് കൊണ്ടുവന്നു. ബാർക്കോളിയും ലിയും ഒക്കെ ടീമിലേക്ക് എത്തി. അവർ വന്നതിന് ശേഷവും ഒന്നിനു പിറകെ ഒന്നായിട്ട് ചാൻസ് മിസ് ചെയ്യുന്ന ഒരു പി എസ് ജി ടീമിനെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. എംബാപ്പയ്ക്ക് 1-2 ചാൻസുകൾ ഉണ്ടായിരുന്നു. ഒരു പെനാൽറ്റി ഷെയർ ഒക്കെ ഉണ്ടായിരുന്നു. ലെഫ്റ്റ് വിങ്ങിൽ ഡംബെലേക്ക് ചാൻസ് ഉണ്ടായിരുന്നു. പക്ഷേ ഇതൊന്നും ടാർഗറ്റിലേക്ക് എത്തിക്കാൻ പി എസ് ജിക്ക് കഴിഞ്ഞില്ല. എനിക്ക് തോന്നുന്നു ലൂയിസ് എൻട്രിക്കയെ സംബന്ധിച്ചിടത്തോളം എവേ മാച്ചിൽ ഒരു പരാജയം, ഹോം മാച്ചിൽ വീണ്ടും പരാജയം, ഒരു ഡിസപ്പോയിന്റിംഗ് ആയിട്ടുള്ള പെർഫോമൻസ് ആണ് അദ്ദേഹത്തിന്റെ സൈഡിൽ നമ്മൾ കണ്ടത്. അങ്ങനെ കളി അവസാനിക്കുമ്പോൾ 2-0 അഗ്രിഗേറ്റ് ലീഡോടെ ഡോർമുണ്ട് ഫൈനലിലേക്ക് എത്തുകയും ചെയ്തു. നമുക്കറിയാം, എഡിൻ ടാർസിസിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ സീസണിൽ ചെറിയൊരു മാർജിനിലാണ് ബുണ്ടസ് ലീഗ ടൈറ്റിൽ നഷ്ടമായത്. എന്നാൽ ഈ സീസണിലേക്ക് വരുമ്പോൾ വളരെ കൃത്യമായിട്ട് തന്റെ ടീമിനെ ചാമ്പ്യൻസ് ലീഗിന്റെ ഫൈനൽ വരെ എത്തിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. വലിയൊരു അച്ചീവ്മെന്റ് തന്നെയാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. 2013 ചാമ്പ്യൻസ് ലീഗിലെ അനുസ്മരിക്കുന്ന വിധം 2 ജർമ്മൻ ടീമുകളും ഫൈനലിലേക്ക് എത്തുമോ എന്നുള്ള ചോദ്യമാണ് ഇവിടെ ബാക്കിയുള്ളത്. നമുക്കറിയാം, ബയേണും റയലുമായിട്ടുള്ള മത്സരം നാളെ നടക്കാൻ പോവുകയാണ്. അപ്പോൾ വിംബിളി ഫൈനലിലേക്ക് ഡോർമുണ്ട് ക്വാളിഫൈ ചെയ്തു. 2ാമത്തെ ആൾക്ക് വേണ്ടി നമുക്ക് നാളെ വരെ കാത്തിരിക്കേണ്ടി വരും. നിങ്ങളുടെ അഭിപ്രായം താഴെ അറിയിക്കുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ഫോർ നൗ.